അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ മദീനയിലെ മസ്ജിദുൽ ഖുബയുടെ പരിസര പ്രദേശമായ ആ മുറ്റത്ത് ഇങ്ങനെ ഒരു മാർക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അഥവാ ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ച് വായിച്ച് നോക്കി, ബിർ അരീസ് അൽ ഖാത്തം എന്നാണ് ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചത്. അഥവാ ബിർ അരീസ് കിണർ അഥവാ ബിർ ഖാത്തം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു കിണർ നിലനിന്നിരുന്ന സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ മുറ്റം വികസിപ്പിച്ചതിൻ്റെ ഭാഗമായി അവർ ആ കിണർ മൂടി അതിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തുകയാണ് ചെയ്തത്. അള്ളാഹു അല അതിൻ്റെ അടിയിൽ ആ കിണർ ഉണ്ടാവാം. ഏതായാലും ഇത് ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കിണറിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കൊന്ന് വിവരിക്കാം. റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പേർക്ക് ഒരേ സമയത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കിണറിൻ്റെ പരിസരം. അഥവാ ഇതുമായി ബന്ധപ്പെട്ട് സ്വഹീഹ് ബുഖാരിയിൽ കടന്നു വരുന്ന സുദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിൽ മഹാനവർകൾ തന്നെ പറയുകയാണ്, ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദമത്ത് ചെയ്യാൻ വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്, പരിപൂർണമായി നീക്കി വെക്കുകയാണെന്ന് മഹാനവർകൾ തീരുമാനിക്കുകയും അങ്ങനെ മസ്ജിദ് നബിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞുകൊണ്ട് മഹാനായ അബൂ മൂസൽ അശ്അരി വന്ന സമയത്ത് മദീന പള്ളിയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുബയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആൾക്കാർ സഹാബാക്കൾ പറയുന്നത് കേട്ടുകൊണ്ട് മഹാനായ അബൂ മൂസൽ അശ്അരി ഈ ഒരു ഖുബയുടെ ഭാഗത്ത് വന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബിർ അരീസിന്റെ ഈ പിന്നെ വക്കിൽ ഇരുന്നു കൊണ്ട് കാല് ആ കിണറ്റിലേക്ക് തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. അങ്ങനെ മഹാനായ അബൂ മൂസൽ അശ്അരി തീരുമാനിച്ചു, അത് ഈ പരിസരം മുഴുവൻ അന്ന് ഒരു കാരക്കത്തോട്ടായിരുന്നു. ഒരു കാരക്കത്തോട്ടത്തിൻ്റെ ഒരു ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ആ ഗേറ്റ് പൂട്ടിക്കൊണ്ട് മഹാനവർകൾ അവിടെ നിന്നു. ഞാൻ റസൂലുള്ളാഹിക്ക് സംരക്ഷകനായി ഞാൻ ഇന്നിവിടെ നിൽക്കുകയാണെന്ന് അങ്ങനെ മഹാനവർകൾ തീരുമാനിച്ച് ഇങ്ങനെ കുറച്ചു നേരം ആ ഗേറ്റും പൂട്ടി ആ ഗേറ്റിൻ്റെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗേറ്റ് ഇങ്ങനെ മുട്ടുന്ന ഒരാൾ വന്നിട്ട് അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അബൂബക്കർ സിദ്ദീഖാണ്, റസൂലുള്ളാഹി തങ്ങളെ കാണാതായപ്പോൾ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ ഉണ്ട്, അപ്പം ഞാൻ വാതിൽ തുറക്കുന്ന പറഞ്ഞപ്പോൾ മഹാനായ അബൂ മൂസൽ അശ്അരി പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അവിടെ നിൽക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ച സമയത്ത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ഓക്കെ, അബൂബക്കർ സിദ്ദീഖാണ്, ഇങ്ങോട്ട് കടത്തി വിട്ടോളാം. മാത്രമല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് അബ്ശിർ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറയാനും പറഞ്ഞു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വലത്തേ ഭാഗത്ത് ഈ കിണറിലേക്ക് തന്നെ അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ വാതിലിൻ്റെ അടുക്കലേക്ക് ചെന്ന അബൂ മൂസൽ അശ്അരിക്ക് വീണ്ടും മുട്ടുന്നത് കേൾക്കഴിഞ്ഞാൽ അങ്ങനെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്, ഞാൻ റസൂലുള്ളാഹിനെ കാണാതെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു വരുമ്പോൾ പറഞ്ഞു, ഓക്കെ, ഉമറിനെയും കടത്തി വിട്ടാളെന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉള്ളിലേക്ക് കടത്തി വിടുന്ന സമയത്ത് അബൂ മൂസൽ അശ്അരിയോട് പറഞ്ഞു, അബ്ശിർ ബിൽ ജന്ന, നിങ്ങൾ ഉമറിനോടും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് കയറി റസൂലുള്ളാഹി തങ്ങളുടെ ഇടത്ത് ഭാഗത്ത് വന്നിരിക്കുകയും ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരാൾ വന്ന് വാതിൽ മുട്ടിയത് മറ്റാരുമായിരുന്നില്ല, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാനോടും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം, മാത്രവുമല്ല വേറൊരു കാര്യം കൂടി പറയണം, നിങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങൾ വന്നു ചേരാനുണ്ട് എന്ന് കൂടി അറിയിക്കണം എന്ന് പറഞ്ഞു. അഥവാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ അവസാന കാലഘട്ടത്തിൽ വന്നു ചേരാനിരിക്കുന്ന ആ പ്രയാസങ്ങൾ ഇൻഷാ അല്ലാഹ് അത് വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഏതായാലും അങ്ങനെ പറഞ്ഞ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിലേക്ക് കയറി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത്തെ അടുത്ത് ഓൾറെഡി അവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അപ്പം മുൻഭാഗത്ത് വന്നിരുന്നു. അങ്ങനെ 3 പേരും കാല് നീട്ടിയിരുന്നു. 3 പേർക്ക് സ്വർഗം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് സന്തോഷ വാർത്ത അറിയിച്ച ആ മഹത്തായ സ്ഥലമാണ് ഈ ഒരു കിണർ നിൽക്കുന്ന സ്ഥലം. ആ കിണറിൻ്റെ പഴയ രൂപത്തിലുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തത്. അത് മാത്രമല്ല
ഈ കിണറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ഈ ഒരു സീലായിരുന്നു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീലാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്രം കൂടി ഈ കിണർ തന്നെ പറയാനുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലൊരു മോതിരമുണ്ടായിരുന്നു. ആ മോതിരത്തിൻ്റെ മുകളിൽ എഴുതിയത് മുഹമ്മദ് റസൂലുള്ളാഹി, ആ നിങ്ങൾ കണ്ട ആ ഒരു പിക്ചറിൽ കണ്ട പോലെയുള്ള ആ ഒരു ഇത് ഉല്ലേഖനം ചെയ്യപ്പെട്ട മോതിരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. ആ മോതിരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു രാജാക്കന്മാർക്കും ഒക്കെ കത്തുകളും മറ്റും എഴുതുമ്പോൾ ആ മോതിരമായിരുന്നു സീല് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് റസൂലുള്ളാഹിന്റെ ആ കാലത്തിന് ശേഷം പിന്നീട് ആ ഒരു മോതിരം മറ്റാരും അതേപോലത്തെ മോതിരം നിർമ്മിക്കരുത് എന്ന് കൽപ്പിക്കുകയും ഒക്കെ ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ മോതിരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷം പിന്നീട് അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിൽ വന്നു ചേരുകയും പിന്നീട് ഉമർ ബിനുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെത്തുകയും അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു മരണശേഷം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആ മോതിരം എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ കിണറിന്റെ അടുക്കൽ പഴയ ഓർമ്മ പുതുക്കാനായി അല്ലാഹു അലം ഏതായാലും ഈ കിണറിന്റെ അടുക്കൽ വന്ന് റസൂലുള്ളാഹി തങ്ങളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആ 3 പേരും ഇരുന്ന അതേ രൂപത്തിൽ ഇവിടെ വന്ന് ഇരിക്കുന്ന ആ ഒരു സമയത്ത് തൻ്റെ കയ്യിൽ ആ മോതിരം ഊരി ഇങ്ങനെ കളിക്കുന്ന സമയത്ത് കളിക്കല്ല കയ്യിലെ മോതിരം ഇങ്ങനെ ഊരി ഇതാക്കുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കയ്യിൽ നിന്ന് ആ മോതിരം അപ്രതീക്ഷിതമായി കിണറ്റിലേക്ക് വീണു. പിന്നീട് കുറേ സഹാബാക്കൾ ഇറങ്ങി അത് വളരെ അധികം കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ വറ്റിച്ച് അത് തെരഞ്ഞു നോക്കിയെങ്കിലും ഒരു നിലക്കും ആ മോതിരം പിന്നീട് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീല് ഉല്ലേഖനം ചെയ്യപ്പെട്ട ആ ഒരു മോതിരം ഈ ബീർ അരീസ് എന്ന ഈ കിണറ്റിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ കിണറിന് അതിനുശേഷം ബീർ ഹാത്തം എന്ന പേര് അറിയപ്പെടാൻ കാരണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരം വീഴുകയും എല്ലാം ചെയ്ത പിന്നെ ആ 3 പേർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയൊക്കെ ചെയ്ത മനോഹരമായ ഒരു കിണർ നിന്നിരുന്ന ആ ഒരു സ്ഥലമാണ് ബിർ അരീസ് എന്ന് പറയുന്ന ഈ കിണറിൽ നിൽക്കുന്ന സ്ഥലം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.